നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കി നെടുങ്കണ്ടം കൊലപാതകം, ഇരട്ട കൊലപാതകം. അമ്മയും മൂത്ത സഹോദരനെയും കൊലപ്പെടുത്തിയ സജി റിമാൻഡിലായിരിക്കുകയാണ്. അതായത് അമ്മയുടെ ഇളയ മകനാണ് സജി. ആ മകൻ്റെ കൈകൊണ്ട് അമ്മ കൊല്ലപ്പെട്ടിരിക്കുന്നത് വളരെ ഭയാനകമായ ഒരു വാർത്തയായിരുന്നു. 43 വയസ്സുകാരനാണ് സജി. ഇയാൾ റിമാൻഡിലായി. തോട്ടുവാക്കട പൊന്നിട്ട സ്വദേശികളായ മേരി, മകൻ റെജി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരുവരെയും കൊന്ന ശേഷം വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടുവെന്നാണ് കേസ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഈ പ്രതി ചെയ്തു കൂട്ടിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ 4-ാം തീയതി രാത്രിയാണ് കൊലപാതകങ്ങൾ നടത്തിയത്. അതിനുശേഷം രാത്രി 7:30യോടെ ഇയാൾ മദ്യപിച്ച് വീട്ടിലെത്തിയപ്പോൾ സഹോദരൻ റെജിക്ക് ചോറും ഇറച്ചിക്കറിയും വിളമ്പി. ഇതിനിടെ റെജി ആഹാരം മുഖത്തേക്ക് തട്ടിത്തെറിപ്പിച്ചു. ഇതിൽ പ്രകോപിതനായി റെജിയെ ആക്രമിക്കുകയായിരുന്നു താനെന്നാണ് സജി പറഞ്ഞത്. കൈകൊണ്ടടിച്ചു, ഷൂസ് കൊണ്ട് കഴുത്തിൽ ചവിട്ടി ഞെരിച്ചു. ഇതിനിടെ തടസ്സം പിടിക്കാനെത്തിയ അമ്മ മേരിയെ മർദ്ദിച്ചു, പിടിച്ചു തള്ളി. തറയിൽ തലയിടിച്ചു വീണ മേരി മരിച്ചു. അടിയേറ്റ് നിലത്ത് കിടക്കുകയായിരുന്ന റെജി ഞരങ്ങുന്ന ശബ്ദം കേട്ട് തോർത്തുകൊണ്ട് റെജിയുടെ കഴുത്തിൽ കെട്ടി മുറുക്കി. രാത്രി ഹാളിലെ കട്ടിലിനടിയിൽ മൃതദേഹങ്ങൾ വെച്ചു. ഒരു ദിവസം രാത്രി 2 മൃതദേഹങ്ങൾക്ക് ഇയാൾ കാവലിരുന്നു. വളരെ പൈശാചികമായ സംഭവങ്ങളാണ് ആ മുറിയിൽ അരങ്ങേറിയിരിക്കുന്നത്. ഒരു രാത്രി മുഴുവൻ ആ മൃതദേഹങ്ങൾക്ക് കാവലിരുന്ന ശേഷം പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഇയാൾ ഈ മൃതദേഹങ്ങൾ തണൽ വലയിൽ മൂടി. അതിനുശേഷം വീടിന് പിന്നിലെ ചായ്പിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് യാതൊരു കൂസലുമില്ലാതെ സജി വിവരിക്കുകയാണ് പോലീസിനോട്. കയ്യിലെ പരിക്ക് ചികിത്സിക്കാൻ നെടുങ്കണ്ടത്തേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് മൃതദേഹത്തിൽ നിന്ന് ദുർഗന്ധമുയർന്നു തുടങ്ങി. ഇതോടെയാണ് വീടിനോട് ചേർന്ന പട്ടിക്കൂടിന് സമീപം നട്ടിരുന്ന ഏലച്ചെടി മാറ്റി അവിടെ 1.5 അടി താഴ്ചയുള്ള കുഴിയെടുത്ത് ഈ 2 മൃതദേഹങ്ങളും അതിലേക്ക് മറവ് ചെയ്തത്. രക്തം പുരണ്ട വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അത് തെളിവുകളാണ്. അത് ഈ പ്രതി കത്തിച്ചു. പിന്നീട് പതിവ് പോലെ ജോലിക്ക് പോയി എന്നതും എത്രമാത്രം 2 കൊലപാതകങ്ങൾ നടത്തിയിട്ടും യാതൊരു കൂസലുമില്ലാതെ പതിവ് പോലെ ജീവിതം തുടർന്നു കൊണ്ടുപോവുകയായിരുന്നു. ഈ മാസം 4-ാം തീയതി സംഭവിച്ചതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ എപ്പോഴാണ് ഈ വിവരം പുറത്തു വന്നത്? ഞായറാഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നു എന്ന വിവരം പുറത്തു വരുന്നത്. ഇത്രയും ദിവസം ഈ കൊടും ക്രൂരത അല്ലെങ്കിൽ കൊലപാതകം ഇയാൾക്ക് മറച്ചു വയ്ക്കാനായി, സാധാരണ ജീവിതം നയിക്കാനായി നാട്ടുകാർക്ക് തോന്നിയ സംശയം, അതായത് സഹോദരനും അമ്മയും എവിടെയെന്ന ചോദ്യത്തിന് ഇയാൾ പല ഉത്തരങ്ങളാണ് നാട്ടുകാർക്ക് നൽകിയിരുന്നത്. പിന്നാലെ നാട്ടുകാർക്ക് സംശയം തോന്നുന്നു. കൂടാതെ ഇവരുടെ സഹോദരി പരാതി നൽകുന്നു പോലീസിന്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഇത് കണ്ടെത്താൻ, അല്ലെങ്കിൽ 2 കൊലപാതകങ്ങൾ പ്രതി ചെയ്തുവെന്ന് കണ്ടെത്താനായത്. നെടുങ്കണ്ടം ഇരട്ടക്കൊലയിൽ പ്രതി സജി പിടിയിലായി. നമുക്കറിയാം, കീഴടങ്ങലായിരുന്നു. സജിയുടെ വീടിന് സമീപത്തുള്ള ജംഗ്ഷനിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. അതായത് കാണാനില്ല എന്ന പരാതി കിട്ടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇത് അന്വേഷിക്കാൻ പോലീസ് സജിയുടെ വീട്ടിലെത്തുന്നതിന് തൊട്ട് മുമ്പ് ഇയാൾ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. വീടിന് പുറകിലുള്ള മലഞ്ചെരുവിലേക്കാണ് ഇയാൾ ഓടിക്കയറിയത്. ഉച്ചയോടെ അവിടെ നിന്ന് താഴേക്കിറങ്ങി തൊട്ടടുത്തുള്ള ജംഗ്ഷനിലെത്തിയപ്പോൾ മഫ്തിയിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടിയായിരുന്നു. മാത്രമല്ല, അവിടെയുള്ളൊരു കടയിലെത്തി ഇയാൾ തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുകയും ചെയ്തു. പോലീസിനെ കണ്ട് ഇയാൾ ഓടിപ്പോയതുകൊണ്ട് തന്നെ പലവിധ സംശയങ്ങളും ഉടലെടുത്തതാണ്. പ്രതിക്കായി രാവിലെ മുതൽ പോലീസ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. 2 ദിവസമായി പ്രതി ആ മലഞ്ചെരുവിൽ തന്നെ ഇരുന്നു. വിശന്നിട്ടാകാം അയാൾ താഴേക്ക് ഇറങ്ങിയത്. എന്തായാലും അപ്പോഴാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. വീടിന് സമീപത്തുള്ള കടയിലെത്തിയ പ്രതി തനിക്ക് തെറ്റുപറ്റിപ്പോയി കീഴടങ്ങുകയാണെന്ന് പറഞ്ഞിരുന്നു. അമ്മയുടെയും മൂത്ത മകൻ്റെയും മൃതദേഹങ്ങൾ വീട്ടുവളപ്പിൽ കുഴിച്ചിടുകയായിരുന്നു. വളരെ ക്രൂരമായ പൈശാചികമായ ഒരു കൊലപാതകമാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ പരിശോധന ഇയാളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പരിശോധന നടത്തുമ്പോൾ പോലും ഇയാൾ 2 തവണ സജിയെ കണ്ടതായി പ്രദേശവാസികൾ പോലീസിനെ അറിയിച്ചിരുന്നു. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആദ്യഘട്ടത്തിലൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. മരം കയറ്റത്തിൽ വിദഗ്ധനായിരുന്നു സജി. മരത്തിന്റെ മുകളിലിരുന്ന് പോലീസിന്റെ നീക്കം നിരീക്ഷിച്ചിരിക്കാമെന്നാണ് നിഗമനങ്ങൾ. എന്തായാലും പ്രതിയെ പിടികൂടാനായത് ഏറ്റവും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. മാത്രമല്ല, പിടികൂടിയ സമയത്ത് പ്രതി പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരയുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്നാണ്. എന്തായാലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതി ഇനി മറ്റ് നടപടികളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. മറ്റ് നിയമപരമായ നടപടികളിലേക്ക് കടക്കാനുണ്ട്. ഞായറാഴ്ച വൈകിട്ട് വീടിനടുത്ത് നിന്നൊരു ബാഗുമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു സജി. വീടിന് സമീപം തന്നെയുള്ള പാറയിലും ഏലത്തോട്ടത്തിലുമായിരുന്നു ഒളിവിൽ കഴിഞ്ഞത്. ഞായറാഴ്ച വൈകിട്ടോടെ ഏലത്തോട്ടത്തിലെ പടുതാക്കുളത്തിന് സമീപത്ത് നിന്ന് കുറച്ച് വാഴപ്പഴവും വസ്ത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന
പശയും ഒരു കൈലിയും അടങ്ങിയ ബാഗ് കണ്ടെത്തിയിരുന്നു. പിന്നാലെ ഇയാൾ സമീപത്ത് തന്നെ ഉണ്ട് എന്ന സൂചന കിട്ടി. പിന്നീട് പോലീസും നാട്ടുകാർ തിങ്കളാഴ്ച രാത്രി വരെ ഇവിടെ പരിശോധിച്ചു. തിരച്ചിലിടെ രാത്രി ഒരു തവണ സജിയെ ദൂരെ നിന്ന് ഓടി മറയുന്നത് കണ്ടു. ചൊവ്വാഴ്ച രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടന്നു. പിന്നീടാണ് ഇയാൾ കീഴടങ്ങിയത്. സ്വത്ത് തർക്കവും മാനസിക പീഡനവുമാണ് കൊലയ്ക്ക് കാരണമെന്ന് പ്രതി പറഞ്ഞു. സജിയുടെ പിതൃത്വത്തെ റെജി ചോദ്യം ചെയ്തത് വഴക്കിലേക്ക് നയിച്ചു. താൻ വിവാഹം കഴിക്കാൻ റെജി സമ്മതിച്ചിരുന്നില്ല എന്നും അതിന്റെ പേരിൽ തർക്കം പതിവായിരുന്നുവെന്നും സജി മൊഴി നൽകിയിട്ടുണ്ട്. മദ്യപിച്ചെത്തിയ ഒരു ദിവസം സജി തർക്കത്തിനിടെ ഈ കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടുകയായിരുന്നു. ഏപ്രിൽ 10 മുതലാണ് മേരിക്കുട്ടിയെ മൈക്ക് ഓപ്പറേറ്റർ റെജിയെയും കാണാനില്ല എന്ന കാര്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയത്. നാട്ടുകാർ ഇവരെ പറ്റി തിരക്കിയപ്പോൾ ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിന് തിരുവല്ലയിലാണെന്നും മേരിക്കുട്ടിയുടെ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്നും മറ്റും സജി പറഞ്ഞിരുന്നു. പലരോടും പല രീതിയിൽ സംസാരിച്ചതിനെ തുടർന്ന് നാട്ടുകാർക്ക് സംശയം തോന്നി. തുടർന്ന് ഇവർ നെടുങ്കണ്ടം പോലീസിൽ രണ്ടുപേരെയും കാണാതായതിൽ അസ്വാഭാവികതയുണ്ടെന്ന് അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് സിനി, അതായത് ഇവരുടെ മകൾ, നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയത്. ഞായറാഴ്ച വൈകിട്ട് നെടുങ്കണ്ടം പോലീസ് ഇവരുടെ വീടിന് സമീപത്തെത്തിയപ്പോഴാണ് യാത്ര പോകാൻ തക്ക പാകത്തിന് ബാഗുമൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുന്ന സജിയെ കണ്ടത്. പോലീസിനെ കണ്ടയുടൻ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ തന്നെ സംശയം ഉടലെടുത്തതാണ്. പിന്നീടാണ് ഇത്തരത്തിൽ ഇയാൾ തന്നെയായിരിക്കാം കൊലപാതകം നടത്തിയതെന്ന് ഇയാൾ ഓടിപ്പോയത് കൊണ്ട് തന്നെ നിഗമനത്തിലെത്തിയതാണ്. എന്തായാലും പ്രതിയെ പിടികൂടി. പ്രതി കുറ്റം സമ്മതിച്ചു. കൊലപാതക വിവരമൊക്കെ എണ്ണി പറഞ്ഞു. ഇനി സജിയുടെ പിതാവ് മാത്യുവിനെ വർഷങ്ങൾക്ക് മുൻപ് കാണാതായി. 8 വർഷം മുൻപാണ് ഇവരുടെ പിതാവ്, സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. ഈ സംഭവത്തിലും എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്ന ഒരു കാര്യം കൂടി പോലീസ് നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. മാത്യു സുവിശേഷകനായിരുന്നു. 2018 മാത്യുവിനെ കാണാനില്ല എന്ന് കാട്ടി വീട്ടുകാർ പരാതി തന്നിരുന്നെന്നും ഇതിന്മേൽ അന്വേഷണം നടക്കുകയാണെന്നും നെടുങ്കണ്ടം പോലീസ് പറഞ്ഞു. മാത്യുവിന്റെ തിരോധാനവും ഇതോടൊപ്പം അന്വേഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയുണ്ടായി. എന്തായാലും അതിക്രൂരമായ ഇരട്ട കൊലപാതക വാർത്ത കേട്ടാണ് ഒരു നാട് തന്നെ ഉണർന്നിരിക്കുന്നത്. ജനങ്ങളുടെ ആ ഒരു നടുക്കം ഇതുവരെ മാറിയിട്ടില്ല. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കുമ്മായമൊക്കെ വിതറിയിരുന്നു ഈ വേഗം അഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 4-ാം തീയതി നടന്ന സംഭവമാണ്. ഞായറാഴ്ചയാണിത് കണ്ടെത്തുന്നത്. അപ്പോൾ അത്രയും ദിവസത്തെ ഒരു പഴക്കം മൃതദേഹങ്ങൾക്കുണ്ടായിരുന്നു. എന്തായാലും അതിക്രൂരമായ കൊലപാതകം സജി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അമ്മയും ജ്യേഷ്ഠനെയും കൊലപ്പെടുത്തിയ ശേഷവും ആരോപണ വിധേയനായ സജിയുടെ പെരുമാറ്റത്തിൽ അസാധാരണമായ ഒന്നും കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അധികം സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു ഇയാളുടേത്. മേസ്തിരി പണിയും മറ്റു ജോലികളും ചെയ്തു വരികയായിരുന്നു. മദ്യപിച്ചെത്തി സഹോദരങ്ങൾ തമ്മിൽ ബഹളം ഉണ്ടാക്കുന്നത് പതിവായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ നാട്ടുകാരോട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. വിവാഹം നടക്കാത്തതിലും സജി അസ്വസ്ഥനായിരുന്നു. ഇതിനിടെ വരുന്ന 30-ാം തീയതി നെടുങ്കണ്ടത്ത് തന്റെ വിവാഹമാണെന്നും പങ്കെടുക്കണമെന്ന് പറഞ്ഞ് സജി പരിചയക്കാരെയും ബന്ധുക്കളെല്ലാം വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ അത് കള്ളമാണെന്ന് തെളിഞ്ഞു. മാത്രമല്ല താമസിക്കുന്ന വീടും 1.5 ഏക്കർ സ്ഥലവും പാട്ടത്തിന് കൊടുക്കാൻ പോവുകയാണെന്നും പലരോടും സജി പറഞ്ഞിരുന്നു. ഇതൊക്കെ എന്തിനായിരുന്നു എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. കൊലപാതകം മറയ്ക്കാനുള്ള എന്തെങ്കിലും തന്ത്രം മെനയുകയായിരുന്നു എന്നാണ് സംശയം. മാത്രമല്ല ഈ നമുക്കറിയാം ഇലക്ഷൻ നടന്ന 9-ാം തീയതിയാണ്. ഇലക്ഷൻ പ്രചാരണമൊക്കെ ബന്ധപ്പെട്ട് ഈ തിരഞ്ഞെടുപ്പ് പ്രവർത്തകരൊക്കെ വീട്ടിലെത്തിയപ്പോൾ അവർ അവസാനമായി കണ്ടിരുന്നു റെജിയെയും അമ്മയും ഒക്കെ. അതിനുശേഷമാകാം കൊലപാതകം എന്ന ഒരു ഊഹമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും 4-ാം തീയതിയാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഇത്രയും ദിവസം അത് ഒളിപ്പിച്ചു വയ്ക്കാൻ പ്രതിക്കായി എന്നതാണ് ഏറ്റവും പ്രധാനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.